സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരണിൻ്റെ അധികയും കൂടി മുത്തശ്ശിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണേ. ഈ സമയം വരൺ പറയുന്നുണ്ട്, എന്താണെങ്കിലും മുത്തശ്ശിക്ക് പണ്ട് മുതലേ ചെറിയച്ഛൻ്റെ കാര്യത്തിൽ വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. കുടുംബത്തിലൊരാൾ ഇങ്ങനെയൊക്കെ ദുഷിച്ച ചിന്താഗതിയുള്ള ആളായിപ്പോയല്ലോ എന്നോർത്ത് മുത്തശ്ശി എപ്പോഴും വേദനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ അങ്ങേരി കൊല്ലാൻ നോക്കിയ കാര്യം കൂടി അറിഞ്ഞതോടെ മുത്തശ്ശി ആകെ തകർന്നു പോയി. മുത്തശ്ശിക്ക് അതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. പാവം, റെസ്റ്റ് എടുത്തോട്ടെ. എടാ രാധിക, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുവാണേ. അങ്ങനെ പറഞ്ഞ് വരുൺ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം രാധികയും വരുണിൻ്റെ ഒപ്പം ചെന്ന് വരുണിനെ യാത്രയാക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. അങ്ങനെ അവരുടെ ഈ സംസാരമെല്ലാം റൂമിലിരിക്കുന്ന മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ടാവും. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങിയെന്ന് മനസ്സിലാക്കിയ മുത്തശ്ശി പമ്മി വാതിൽ തുറന്ന് അത് പുറത്തുനിന്ന് അടച്ചിട്ട് പതിയെ പിന്നാമ്പുറത്ത് കൂടി മുത്തശ്ശിയും പുറത്തേക്ക് ഇറങ്ങുവാണ്. എന്നിട്ട് മുറ്റത്ത് വന്ന് മറിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഈ സമയം വരുണിൻ്റെ അധികയും കൂടി അവിടെ മുറ്റത്ത് നിൽക്കുന്നുണ്ടാവും. വരുണാണെങ്കിൽ സ്കൂട്ടറിൽ കയറി പോകാനായിട്ട് നിൽക്കുക. രാധികയോട് യാത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ വരുണിനെ യാത്ര അയച്ച് രാധിക തിരികെ വീട്ടിനകത്തേക്ക് കയറിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മുത്തശ്ശി അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ്. അവിടെ ചന്ദ്രശേഖരാണെങ്കിൽ സാർ എന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഹലോ സാറാ, എന്താ പരിപാടി? അന്നേരം സാറ് പറയണേ, ചന്ദ്രു, ഇന്ന് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ വൈകിട്ടാകുമ്പോൾ ഫ്രീ ആകും, അപ്പം നമുക്ക് സംസാരിക്കാം. ഈ സമയം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അല്ല സാറാ, വരുണും രാധികയും സാറയോട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തല്ലോ. അവരോട് എന്താണെങ്കിലും സാറയുടെ മനസ്സിൽ അടങ്ങാത്ത പ്രതികാരമാണെന്ന് എനിക്കറിയാം. അവരോട് പ്രതികാരം തീർക്കാനായിട്ട് എന്തോ ഒരു പ്ലാൻ സാർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് ആ പ്ലാൻ? ആ പ്ലാൻ എന്നോട് കൂടി പറഞ്ഞൂടെ? ഞാനും സാറയുടെ ഒപ്പം തന്നെ നിൽക്കില്ലേ? ഈ സമയം സാർ ചോദിക്കണേ, ചന്ദ്രശേഖരനെ എന്നെ എത്ര നാളായിട്ടറിയാം? സാറാ, തന്നെ ആദ്യം കണ്ട നിമിഷം തന്നെ ഞാൻ വ്യക്തമായി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കൂടിക്കാഴ്ചയും പരിചയമായിരുന്നല്ലോ നമ്മുടേത്. എൻ്റെ ജീവിതത്തിലുണ്ടായ വിലമതിക്കാനാവാത്ത സൗഹൃദങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് തന്നെ സാറയും ഉള്ളത് തന്നെയാണ്. അന്നേരം സാറ് ചോദിച്ചുകൊണ്ട് പറയണേ, അതൊക്കെ ശരി തന്നെയാണ്, അന്ന് അങ്ങനെ തന്നെ വേണേയും ചെയ്യണം. പക്ഷേ ഞാൻ പറഞ്ഞു തന്നത് ഈ ഒരു കാര്യമാണ്. നമ്മൾ തമ്മിൽ എന്താണെങ്കിലും മാസങ്ങൾ കൊണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ചന്ദ്രശേഖരൻ എന്നെ അറിഞ്ഞു തുടങ്ങിയിട്ട് മാസങ്ങളാവുന്നതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ഈ സാർക്ക് ഇൻഡസ്ട്രിയിലും മറ്റുമായിട്ട് പല ശത്രുക്കളും ഉണ്ടായിരുന്നു. അവരെല്ലാം സാർ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്, എന്നേക്കുമായിട്ട് വീഴ്ത്തി കളഞ്ഞിട്ടുമുണ്ട്. അതെല്ലാം സാർ ഒറ്റയ്ക്ക് തന്നെയാണ് നിന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് ചന്ദ്രശേഖരന് മനസ്സിലായി കാണുമല്ലോ. അല്ല സാറാ, ഞാൻ നല്ലൊരു ഫ്രണ്ട് എന്ന രീതിയിൽ ഒരു സഹായം സപ്പോർട്ടുമായിട്ട് ഉണ്ടാക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. അന്നേരം സാറ് പറയുവാണ്, ഫ്രണ്ട് എന്നുള്ള രീതിയിലുള്ള സഹായവും സപ്പോർട്ടും പിന്തുണയൊക്കെ എനിക്ക് ആവശ്യമാണ്. പക്ഷേ എൻ്റെ ശത്രുക്കളെ നേരിടണത് എങ്ങനെയായിരിക്കണമെന്നോ അവരെ ഏത് രീതിയിൽ വീഴ്ത്തണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അതിനെനിക്ക് ആരുടെയും സഹായം സപ്പോർട്ടൊന്നും ആവശ്യമില്ല. എൻ്റെ ശത്രുക്കളെ വീഴ്ത്താനുള്ള വഴിയൊക്കെ ഞാൻ തന്നെ കണ്ടെത്തി നടപ്പിലാക്കിക്കോളാം. എനിക്കെതിരെ ആരെങ്കിലും വന്നാൽ അവരെ പിന്നെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാതെ എനിക്ക് പിന്നീട് ഒരു വിശ്രമം ഉണ്ടാവില്ല. അതിനുവേണ്ടി ഈ സാറ ഏതറ്റം വരെയും പോകും. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, അപ്പോൾ സാറാ, നമ്മൾ തമ്മിൽ ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ശരിക്കും പേടിക്കേണ്ടി വരുമല്ലോ. അന്നേരം സാറ് ചിരിച്ചുകൊണ്ട് പറയണേ, ഏയ് ചന്ദ്രശേഖർ, എന്നെ പേടിക്കേണ്ടി വരില്ല, സ്വന്തം ജീവനെ മാത്രം പേടിച്ചാൽ മതി. അങ്ങനെ സാറയുടെ വാക്കുകൾ കേൾക്കുന്നതും ചന്ദ്രശേഖർ പെട്ടെന്നൊന്ന് ഭയന്നു പോകുക. എന്നാൽ ശരി ചന്ദ്രു, ഞാൻ പിന്നെ വിളിക്കാം. അങ്ങനെ പറഞ്ഞ് സാറ് കോൾ കട്ട് ചെയ്യുവാണ്. പിന്നീട് ചന്ദ്രശേഖരാണെങ്കിൽ അവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ പോയിരുന്നിട്ട് ഫോണിൽ നിന്നും നോക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു സമയത്തായിരിക്കും ജയഭാരതി അമ്മ കണിമംഗലത്തെത്തുന്നത്. ഇതേസമയം അവിടെ ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ രാധിക മുത്തശ്ശിക്കുള്ള ചായയുമായിട്ട് റൂമിലെത്തുവാണ്. അവിടെ എത്തി എല്ലായിടത്തും നോക്കുന്നത് മുത്തശ്ശിയെ കാണുന്നില്ല. മുത്തശ്ശിയെന്നും വിളിച്ച് രാധിക അവിടെയെല്ലാം നോക്കുക. ഷെടാ, ഈ മുത്തശ്ശി ഇതെവിടെ പോയി? കുറച്ച് നേരം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ. അങ്ങനെ പറഞ്ഞ് രാധിക റൂമിന് പുറത്തേക്ക് ഇറങ്ങി മുത്തശ്ശീനെ നോക്കുക. അമ്മേ, മുത്തശ്ശീനെ കണ്ടായിരുന്നോ? റൂമിലുണ്ടായിരുന്നല്ലോ മോളെ, കുറച്ച് നേരം മുമ്പ് വരെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കാണുന്നില്ല. ഞാനൊന്ന് മുറ്റത്ത് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ് രാധിക മുറ്റത്തെല്ലാം മുത്തശ്ശീനെ വിളിച്ച് അവിടെയെല്ലാം ഓടി നടന്ന് നോക്കുവാണ്. ഈ സമയം യശോദയും അവിടെയെല്ലാം മുത്തശ്ശീനും വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട് മുഴുവൻ തിരക്കിയിട്ടും മുത്തശ്ശിയെ കാണാതായപ്പോൾ രാധികയ്ക്ക് മുത്തശ്ശിയുടെ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പായി. അമ്മേ, മുത്തശ്ശി ഇവിടെ എങ്ങുമില്ല. വരുൺ പോകുന്നത് വരെ മുത്തശ്ശിയുടെ റൂമിലുണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. ചേട്ടാ, അങ്ങനെയാണെങ്കിൽ പിന്നെ മുത്തശ്ശി ഇത് എങ്ങോട്ടാണ് ഇറങ്ങിപ്പോയത്? അതും ആരോടും പറയാതെ. അന്നേരം രാധിക പറയണേ, അമ്മേ, അങ്ങനെയാണെങ്കിൽ ഉറപ്പായും മുത്തശ്ശി പോയിട്ടുണ്ടാവും. ഇത് കണിമംഗലത്തേക്കായിരിക്കും. കണിമംഗലത്തേക്കോ? അങ്ങോട്ടേക്ക് എന്തിനാണ് പോകുന്നത്? അത് പിന്നെ അമ്മയോട് ഞാൻ രാവിലെ പറഞ്ഞില്ലേ ചെറിയച്ഛൻ്റെ കാര്യം. ചെറിയച്ഛൻ ഞങ്ങളെ കൊല്ലാൻ നോക്കിയ കാര്യമെല്ലാം ഞാനും വരണം മുത്തശ്ശിയോട് പറഞ്ഞിരുന്നല്ലോ. അത് കേട്ടപ്പോൾ മുതൽ മുത്തശ്ശി വല്ലാത്ത ദേഷ്യത്തിലാണ്. കണിമംഗലത്തേക്ക് പോകണമെന്നും ചെറിയച്ഛനോട് സംസാരിക്കണമെന്നും ചെറിയച്ഛനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു മുത്തശ്ശി. ഞാനും വരണം കൂടി ഇന്നലെ കുറേ കഷ്ടപ്പെട്ട മുത്തശ്ശിനെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചത്.
എന്നാലും മുത്തശ്ശിയുടെ മനസ്സിൽ നിന്നൊന്നും പോയിട്ടില്ല. ഇന്നലെ മുത്തശ്ശി തീരെ ഉറങ്ങിയിട്ടില്ല. അതെനിക്ക് മനസ്സിലായി. രാത്രിയിലെ പലതവണ റൂമിൽ ലൈറ്റ് കണ്ടിരുന്നു. മോളെ രാധികെ, മുത്തശ്ശി അങ്ങോട്ടേക്കാണ് പോയതെങ്കിൽ സൂക്ഷിക്കണം. അമ്മ ദേഷ്യം വന്ന് ആ ചന്ദ്രശേഖരൻ്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. സ്വന്തം അമ്മയാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് പോലും അയാൾ നോക്കില്ല. അത് ശരിയാമ്മേ, അത് തന്നെയാണ് എൻ്റെയും പേടി. എനിക്കെന്താണെങ്കിലും അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നം തന്നെ കാരണമാകും. പിന്നെ ഇപ്പം എന്താ ചെയ്യുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല മോളെ, പത്മിനിയും പരമേശ്വരേട്ടനൊക്കെ അവിടെ ഉണ്ടല്ലോ, അവരെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ പോരെ? മുത്തശ്ശി അവിടെ എത്തുവാണെങ്കിൽ എങ്ങനെയെങ്കിലും മുത്തശ്ശിയെ സമാധാനിപ്പിച്ച് നിർത്തണമെന്നും മുത്തശ്ശിയെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിക്കണമെന്നും അമ്മയോട് പറഞ്ഞാൽ പോരെ? ആ, അത് ശരിയാ. എന്താണെങ്കിലും വരണിൻ്റെ അമ്മേനെ ഒന്ന് വിളിക്കാം മോളെ. അല്ലെങ്കിൽ ഞാൻ ദേവേട്ടനെ അങ്ങോട്ടേക്ക് വിടണോ? അച്ഛനോടൊന്ന് പോയി അങ്ങോട്ട് നോക്കാൻ പറയണോ? വേണ്ടമ്മേ. അച്ഛനെ എങ്ങാനും ഇനി അയാൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എന്നോടും വരനോടുള്ള ദേഷ്യം അച്ഛനോട് തീർക്കും. അച്ഛനെ അയാൾ അപമാനിച്ച് പറഞ്ഞയക്കും. ഞാനെന്താണെങ്കിലും അമ്മേനെ ഒന്ന് വിളിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് രാധിക പത്മിനിയുടെ ഫോണിൽ വിളിക്കാനായിട്ട് പോകുവാണ്. ഈ സമയം ജയഭാരതി അമ്മയാണെങ്കിൽ വീടിനകത്തേക്ക് കയറി ചെല്ലുവാണ് കേട്ടോ. അങ്ങനെ കയറി വരുമ്പോൾ തന്നെ അവിടെ ഫോണിൽ നോക്കിയിരിക്കുന്ന ചന്ദ്രശേഖരനെ കാണുവാണ് മുത്തശ്ശി. കാണുന്നതും ദേഷ്യം കൊണ്ട് കലിപൂണ്ട മുത്തശ്ശിയാണെങ്കിൽ അവിടെ ഇരിക്കുന്നൊരു കത്തി കയ്യിലെടുത്ത് ചന്ദ്രശേഖരനെ കുത്താനായിട്ട് കൈയോങ്ങി നിൽക്കുവാണ്. എന്നാൽ മുത്തശ്ശിയെ കൊണ്ട് ചന്ദ്രശേഖരൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. മുത്തശ്ശിയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറയുവാണ്. എന്നിട്ട് ആ കത്തി ദേഷ്യത്തോടെ താഴെ ഇടുവാണ്. അന്നേരം ശബ്ദം കേട്ട് ചന്ദ്രശേഖരൻ എണീറ്റ് തിരിഞ്ഞു നോക്കുവാണ്. ഈ സമയം മുത്തശ്ശി കരഞ്ഞോട് പറയണേ, എടാ മഹാഭാബി, നിന്നെ എനിക്ക് കൊല്ലാനായിട്ട് പോലും സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ കരഞ്ഞു നിൽക്കുവാണ് കേട്ടോ. ഈ സമയം താഴെ കിടക്കുന്ന ആ കത്തി കണ്ട ചന്ദ്രശേഖരൻ ആ കത്തി കയ്യിലെടുക്കുക. ഓ അത് ശരി, അപ്പം നിങ്ങളെന്നെ കൊല്ലാനായിട്ട് വന്നതാണല്ലേ എന്നും പറഞ്ഞ് ആ കത്തിയും എടുത്ത് മുത്തശ്ശിയുടെ നേരെ നീട്ടിയിട്ട് മുത്തശ്ശീനെ ഭയപ്പെടുത്തിക്കൊണ്ട് നടക്കുവാണ് കേട്ടോ. അന്നേരം അത് കണ്ടിട്ടാണെങ്കിൽ മുത്തശ്ശി ഭയത്തോടെ പിന്നിലേക്ക് മാറി നിൽക്കുവാണ്. ഈ സമയത്താണെങ്കിൽ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എതിരെ നിൽക്കുന്നത് സ്വന്തം അമ്മയാണെങ്കിലും ശരി, ശത്രുവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ദയാദാക്ഷിണ്യം പാടില്ല. എന്നെ ഇപ്പോൾ കൊല്ലാനായിട്ട് നിങ്ങളവിടെ നിന്നും പറഞ്ഞയച്ചതാരാ? അവളാണോ ആ രാധിക? എന്നെ ആരും പറഞ്ഞയച്ചതല്ല. എനിക്കറിയാം, നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവളുടെയും അവൻ്റെ നിർദ്ദേശാനുസരണം തന്നെയായിരിക്കും. അങ്ങനെ എനിക്കെതിരെ വരുന്ന ഒരു ശക്തിയും ഞാൻ വെറുതെ വിട്ടയക്കാറില്ല. എനിക്കെതിരെ വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ഞാൻ വേരോടെ പിഴുതെറിഞ്ഞ് കളഞ്ഞിട്ടേ ഉള്ളൂ. നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നത് എത്ര വലിയ ആണാണെങ്കിലും ശരി, അവരെല്ലാം വെട്ടിയൊതുക്കിയ ചരിത്രം മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ മുമ്പിൽ ജയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് എൻ്റെ മനസ്സിൽ നിങ്ങളോട് അമ്മയാണെന്നുള്ള ഒരു പരിഗണന ഉണ്ടാവില്ല. എന്നെ കൊല്ലാമെന്ന് നിങ്ങൾ ഇനി ജീവനോടെ ഈ കടമകളത്തിന് പുറത്തേക്ക് പോകില്ല. അങ്ങനെ പറഞ്ഞ് ആ കത്തി അമ്മയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖര എന്നും പറഞ്ഞ് മുത്തശ്ശി വിളിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രശേഖരൻ അത് മൈൻഡാക്കുന്നില്ല. ഇനി നിങ്ങളെന്നെ മേലാൽ അങ്ങനെ വിളിച്ചു പോകരുത്. എനിക്കെതിരെ നിങ്ങൾ ഉയർത്തി ഈ കത്തിയുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ ജീവൻ തന്നെ ഞാൻ ഇല്ലാതാക്കും എന്നും പറഞ്ഞ് കത്തി കൊണ്ട് കുത്താൻ നിൽക്കുവാണ്ടോ ചന്ദ്രശേഖരൻ. ഈ കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് അലറി വിളിച്ചുകൊണ്ട് വരുമോ പത്മിനി. ചന്ദ്രശേഖര, എന്തായി കാണിക്കുന്നത്? എന്നെ കൊല്ലാനായിട്ട് ആറ്റുവാശ്ശേരിയിൽ നിന്ന് കത്തിയും കൊണ്ട് വന്നിരിക്കുവാണ് ഇവർ. അങ്ങനെയുള്ള ഇവരെ ഞാൻ ജീവനോടെ വിടില്ല. മാറി നിൽക്കങ്ങോട്ടെ എന്നും പറഞ്ഞ് പത്മിനിയെ തള്ളിയിട്ടിട്ട് ജയഭാരതി അമ്മയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് കത്തി വെച്ച് കുത്താൻ നിൽക്കും ചന്ദ്രശേഖരൻ. ഈ സമയം ചന്ദ്രശേഖരൻ്റെ കൈ തടഞ്ഞുകൊണ്ട് രാധിക അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. അങ്ങനെ രാധികയെ കാണുന്നതും പത്മിനിക്കും മുത്തശ്ശിക്കും സമാധാനമാകുവാണ് കേട്ടോ. എന്നിട്ട് ചന്ദ്രശേഖരൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് രാധിക പറയണേ, സ്വന്തം അമ്മയെപ്പോലും കൊല്ലാനായിട്ട് മടിയില്ലാത്ത ചെകുത്താനായി മാറിക്കഴിഞ്ഞു വരും. എടി മാറി നിൽക്കടി എന്നും പറഞ്ഞ് ചന്ദ്രശേഖരനാണെങ്കിൽ രാധികയുടെ കഴുത്തിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളുവാണ്. എന്നിട്ട് പറയണേ, എടി ഇവരെ ഇല്ലാതാക്കാൻ നീയാണ് എൻ്റെ മുമ്പിൽ തടസ്സമെങ്കിൽ നിന്നെ തന്നെ അടി ഞാൻ ആദ്യം തീർക്കാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞ് ചന്ദ്രശേഖരൻ രാധികയെ കൊല്ലാനായിട്ട് കത്തിമോങ്ങി രാധികയുടെ അരികിലേക്ക് വരുമായിരിക്കും. ഈ സമയം രാധിക നിൽക്കുന്നതിന് തൊട്ടടുത്തോടെ ഒരു നിലവിളക്ക് കാണുന്നുണ്ട്. അങ്ങനെ രാധിക ആ നിലവിളക്ക് കയ്യിലെടുത്ത് ചന്ദ്രശേഖരൻ്റെ കയ്യിലിരുന്ന കത്തിയുണ്ടല്ലോ അതുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുവാണ്. ഈ സമയം ഈ കാഴ്ച കാണുന്നതും പെട്ടെന്ന് മുത്തശ്ശിയാണെങ്കിൽ ആ ഒരു ഷോക്കിൽ അതുകൊണ്ട് ഭയന്ന് തല ഇറങ്ങി വീഴുവാണ് കേട്ടോ. അന്നേരം അതുകൊണ്ട് പത്മിനി അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുക. അയ്യോ അമ്മേ, മോളെ അമ്മ എന്നും പറഞ്ഞ പത്മിനിയാണെങ്കിൽ ആകെ അങ്ങ് ഭയന്നു പോകുവാണ്. ഈ സമയം അതുകൊണ്ട് രാധികയും ചന്ദ്രശേഖരനെ പുറത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ട് അകത്തേക്ക് ഓടിച്ചെല്ലുക. മുത്തശ്ശി കണ്ണു തുറക്കും മുത്തശ്ശി. മോളെ അമ്മ കണ്ണു തുറക്കുന്നില്ലല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അമ്മേ വേഗം വാ, നമുക്ക് മുത്തശ്ശിയെ ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ പറഞ്ഞ് രാധികയും പത്മിനിയും കൂടി മുത്തശ്ശിനെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ ജയഭാരതി അമ്മേനെ പരിശോധിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് രാധികയോടും പത്മിനിയോടും പറയണേ, പേടിക്കാനൊന്നുമില്ല, പെട്ടെന്നുള്ള ഒരു ഷോക്കിൻ്റെ മേലെ ബോധം പോയതാണ്. എന്നാണെങ്കിലും നല്ലപോലെ റെസ്റ്റ് എടുത്തോട്ടെ.
മയക്കം കഴിയുമ്പോൾ ആൾ നോർമലായിക്കോളും. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം രാധികയും പത്മിനിയാണെങ്കിൽ പേടിച്ച് നിൽക്കുമായിരിക്കും. അന്നേരം പത്മിനി പറയുന്നുണ്ട്, എന്നാലും ചന്ദ്രശേഖരൻ സ്വന്തം അമ്മയാണെന്ന് പോലും നോക്കാതെ അമ്മയെ കൊല്ലാൻ നോക്കിയില്ലേ, എന്തൊരു ദുഷ്ടനാവൻ. അന്നേരം രാധിക പറയുന്നുണ്ട്, അയാൾ വല്ലാതെ മാറിക്കഴിഞ്ഞു. അയാൾക്ക് മുമ്പിൽ ഇപ്പോൾ ബന്ധങ്ങളില്ല, അമ്മയും അച്ഛനും ഏട്ടനും ഭാര്യയും ഒന്നുമില്ല. മോളെ, ഇനി ഒരു കാരണവശാലും അമ്മേനെ കടമകളത്തേക്ക് വിടണ്ട. മോള് കൂടുതൽ ശ്രദ്ധിക്കണം. എന്ത് ചെയ്യാനാ അമ്മേ? ഇപ്പം തന്നെ എൻ്റെ കണ്ണ് കെട്ടിച്ച മുത്തശ്ശി അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. അല്ല മോളെ, ഇക്കാര്യം വരണിനെ അറിയിക്കണ്ടേ? അത് പിന്നെ അമ്മേ, വരണിപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇക്കാര്യം മുത്തശ്ശിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വരൺ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വരണ് ഒരിക്കലും താങ്ങാനാവില്ല. ഇൻ്റർവ്യൂ മതിയാക്കി വരൺ അവിടെ നിന്ന് ഓടിയിറങ്ങും. ആകെ ടെൻഷനാകും. അതുകൊണ്ട് തൽക്കാലം വരൺ തിരിച്ചു പറയുമ്പോൾ ഈ കാര്യങ്ങൾ അറിയിക്കാമെന്ന് വിചാരിച്ചു. അത് മതി മോളെ, അത് തന്നെയാണ് നല്ലത്. പിന്നെ അമ്മേ, അമ്മയും കൂടുതൽ ശ്രദ്ധിക്കണം. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളായാൾ. സൂക്ഷിക്കണം. ഞാൻ ശ്രദ്ധിച്ചോളാം മോളെ. സൂര്യ ഒരു ജോലി അന്വേഷിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. അവൻ്റെ കൂടെ കൽപ്പന ഇറങ്ങി. അവനെന്താണെങ്കിലും ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. അവനെ ചന്ദ്രശേഖരൻ അത്രക്കധികം ദ്രോഹിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ അവർ. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയുടെയും മുത്തശ്ശിനെയുമാണ്. അങ്ങനെ പ്രിയങ്കയ്ക്കും മുത്തശ്ശിക്കും സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും മറ്റു കാര്യങ്ങളൊക്കെ തീർക്കാനായിട്ട് അവരെ പണം കൊടുത്ത് സഹായിക്കാൻ ഒരാളെയും കൊണ്ട് വന്നിരിക്കുവാണ് ആ പ്രൊഡക്ഷൻ കൺട്രോളർ. അന്നേരം അയാൾ പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ സിനിമ അതിൻ്റെ ഫുൾ റൈറ്റ്സും എനിക്ക് വേണം തരാനായിട്ട്. അതിൻ്റെ ഫസ്റ്റത്തെ റിലീസും കാര്യങ്ങളും എല്ലാം എൻ്റെ കമ്പനിക്ക് വേണം തരാൻ. അതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾക്ക് വേണ്ടി ഇത്രയും തുക ഞാൻ മുടക്കുന്നത്. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, ഞങ്ങളുടെ കയ്യിൽ പണമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ സിനിമയുടെ കാര്യങ്ങൾ അധികം വൈകിപ്പിക്കാൻ പറ്റാത്ത കാരണമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളിപ്പോൾ പടം തൽക്കാലത്തേക്ക് കടമൊന്ന് വാങ്ങിയിരിക്കുന്നത്. അന്നേരം പ്രിയങ്ക പറയുന്നുണ്ട്, അതെ, ഞങ്ങൾക്ക് ഫണ്ട് കുറച്ച് വരാനുണ്ട്, അതിന് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രീതിയിൽ പണം കണ്ടെത്താമെന്ന് കരുതിയത്. അതെന്തു ആയിക്കോട്ടെ, സിനിമാ മേഖലയിലുള്ള പലർക്കും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്താണെങ്കിലും സിനിമയുടെ ആദ്യത്തെ 2-3 കളക്ഷൻ കൊണ്ട് തന്നെ ഇതെല്ലാം പരിഹരിക്കാൻ പറ്റുമല്ലോ. എനിക്ക് പിന്നെ ഈ രാഹുകാലത്തിലും ശകുനത്തിലുമൊക്കെ വലിയ വിശ്വാസമുണ്ട്. അതുകൊണ്ട് കൃത്യസമയത്തിന് മുമ്പ് തന്നെ സൈനിഡിലും മറ്റും നടക്കണം. ഇതാണ് പേപ്പർ. എഗ്രിമെൻറ്റ് വായിച്ചു നോക്കിയിട്ട് സൈൻ ഇട്ടോളൂ. അങ്ങനെ പ്രിയങ്കയും മുത്തശ്ശിയും കൂടി അതൊക്കെ വായിച്ചു നോക്കി. അതിലേക്ക് അവർ പറഞ്ഞ എല്ലാ പേജിലും സൈൻ ഇട്ടുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവർ സൈൻ ഇടുന്നത് കണ്ട് സന്തോഷത്തിൽ പരസ്പരം ചിരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അവർക്ക് പണം കൊടുക്കാനായിട്ട് വന്ന ആളും ആ പ്രൊഡക്ഷൻ കൺട്രോളും ചേർന്ന് അവർ രണ്ടുപേരും ഒരുക്കിയ എന്തോ ഒരു വലിയ ചതിക്കുഴിയിൽ തന്നെയാണ് കേട്ടോ പ്രിയങ്കയും മുത്തശ്ശിയും പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്